ഇത് കോഴിക്കാർപ്പാണ്. കോഴിക്കാർപ്പില് പിന്നെ ഉക്സൂരി എന്ന് പറയുന്ന വെറൈറ്റീസ് ആണ്. ഇത് ഒക്കെ ഓർണമെന്റൽ ഫിഷിന്റെ എല്ലാ ഓർണമെന്റൽ ഫിഷാണ്. ഇതൊക്കെ ഓർണമെന്റൽ ഫിഷിന്റെ ഹാച്ചറികളാണ് കംപ്ലീറ്റ്. നമ്മളെ ഹാച്ചറി ആണ് ഇവിടെ. ബാക്കി കുളങ്ങളും കാര്യങ്ങളൊക്കെ താഴേക്കാണ്. അല്ല, ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. ഞാൻ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോ ഓൾ ഈസ് പോസിബിൾ എന്നാണ് ബനിയാൻ എഴുതിയേക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് IT കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാണ് ഇവിടെ. അതെ, തിരിച്ചു വന്നു. അല്ലേ, അച്ഛൻ പറഞ്ഞിരുന്നു. കോവിഡിന്റെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുൾ ടൈം ആയിട്ട് എടുത്തു. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴിക്കാർപ്പുള്ളത് ഈ ഫാമിലായിരിക്കും. അത്രയുണ്ട്. ഈ ചെറിയ ഇത് പോണ്ടെന്ന് പറയാമെങ്കിലും ഇതല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള 9 കുളം വേറെ ഉണ്ട് ഈ പറമ്പില്. അതെ, ഇത് ഹാച്ചറി സെറ്റപ്പ് ആണ്. ബാക്കി നമ്മൾ റേസ് ചെയ്യിപ്പിക്കുന്നതും അതായത് ബ്രീഡ് ചെയ്ത് കുട്ടികളെ വലുതാക്കുന്നതൊക്കെ താഴേക്കാണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ബ്രീഡിങ് പരിപാടികൾ? ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിലും 2 മെയിലും. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വയനാട്ടിലൊരു മെച്ചം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മളെ വെള്ളത്തിൽ ബ്രീഡാവും ഇവരെ. അതായത് സെപ്പറേറ്റ് ചെയ്ത് തരണം. അത് കഴിഞ്ഞിട്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരെ മാറ്റണം. അത് കഴിഞ്ഞ് റേസ് ചെയ്യിപ്പിക്കുന്ന ഫീഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് കുളത്തിലേക്ക് കൊണ്ടിറക്കണം. അത് എത്ര വലിപ്പം വരെയിരിക്കും? ഏകദേശം കറക്റ്റ് 26 ദിവസം. ഒരു ചെറിയൊരു തവള ഉണ്ടെങ്കിലും നമ്മൾ ഇറക്കുന്ന അത്രയും കുട്ടികളെ അത് ഉറപ്പുവരുത്തണം. അപ്പൊ ഈ കോഴിക്കാർപ്പാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു സാധനം, ഏറ്റവും അടിപൊളി. അതായത് ഇപ്പൊ ഒരു ട്രെൻഡാണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഇൻഡോർ പോൺസ് ചെയ്യുന്നൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഏറ്റവും അടിപൊളി സാധനം ഇതാണ്. ബാക്കി ഏതൊക്കെ എന്താ ഇപ്പൊ 10-20 പോണ്ടുകൾ ഇതുപോലെ ടാങ്കുകൾ ഇവിടെ ഉണ്ട്. ഇത് ഓരോ ടാങ്കിലും എന്താ ഇതിന്റെ ഡിഫറൻസ് എങ്ങനെയാ? ഒന്ന് ചിലപ്പോൾ സൈസ് വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ വെറൈറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ 4 ഇഞ്ച് സൈസാണ് വരിക. ഇതിൽ നേരെ വന്നു കഴിഞ്ഞാൽ 3 ഇഞ്ച് സൈസാണ് വരിക. ഇപ്പോൾ 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വെറൈറ്റീസ് സെയിം ആണ്, സൈസിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. കുറച്ച് ചെറുതാണ്, കുറച്ച് ചെറുത്. കുറച്ച് ചെറുതിലാണ് വില വ്യത്യാസം. ഈ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താ? ഇത് എയറേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയർ ഓക്സിജൻ ആണ്. ഫിഷ് ബ്രീത്ത് ചെയ്യുക ഡിസോൾഡ് ഓക്സിജൻ ആണ്. അപ്പൊ അത് വെള്ളം സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവുക. പിന്നെ ബാക്കി ബക്കറ്റിൽ വരുന്നത് ഫിൽട്രേഷൻ ആണ്. 24 hours വർക്കിംഗ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു കള്ളി തന്നെ ഏകദേശം അത്രയും മീനുണ്ടാവും. അപ്പോൾ 2-3 മീനൊക്കെ ഇടുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത്രയും മീനൊക്കെ ഇടുമ്പോൾ എന്താണെങ്കിലും ചെയ്യാം. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഇത് നമ്മളിവിടെ ബ്രീഡ് അല്ല, ഇത് തായ്ലൻഡ് ഇമ്പോർട്ടാണ്. ഇതിൽ വെറൈറ്റീസ് മെറ്റാലിക് വെറൈറ്റീസ് ഉണ്ടാവും. പിന്നെ മസ്തുബ ഉണ്ടാവും, ഉജാക്കോ ഉണ്ടാവും, ഗൊറോമോസ് ഉണ്ടാവും. ഗൊറോമോസ് ഒക്കെ ഭയങ്കര റയർ വെറൈറ്റീസ് ആണ്. ഈ റെഡും അതെ, അവരാണ് കുറച്ചുകൂടി വിലപിടിപ്പുള്ള താരങ്ങൾ. ഇവര് സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. 2000 രൂപ. ഇത് തായ്ലൻഡിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ക്വാറന്റൈൻ പീരീഡ് ഉണ്ട്. ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അക്ലിമാറ്റൈസ് ചെയ്യും. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെഡിസിൻ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക്. ഇതും തായ്ലൻഡ് ഇമ്പോർട്ട് തന്നെയാണ്. സൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മറ്റേത് പിന്നെ 1 feet എബോ സൈസാണ്. ഇത് 10 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത്രയ്ക്ക് ആയിട്ടില്ല. പിന്നെ നമ്മളത് ഈ ക്വാളിറ്റി എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ ഇമ്പോർട്ടഡ് സാധനമാണ് നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്യുക. പിന്നെ നമ്മളെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതേ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ആ പോണ്ടിലൊക്കെ കാണിച്ച ആ ക്വാളിറ്റി കിട്ടും. ഇതിന്റെ ഹാച്ചറിയും ഇവിടെ തന്നെയുണ്ട്. ഇതും ഇവിടെ ചെയ്യാൻ പറ്റും, ബ്രീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേപോലത്തെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് വ്യത്യാസമുണ്ട്. സെയിം ക്വാളിറ്റി നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ചില വെറൈറ്റീസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതും കോഴിക്കാർപ്പ് തന്നെയാണ്. ഇത് സൈസ് ഏകദേശം 1 feet, ഏകദേശം നല്ല ഇത് 1 feet സൈസാണ് വരിക. നേരത്തെ കണ്ടതിലും കുറച്ചുകൂടി വലുതാണ്. ഇത് നമ്മളെ ഓൺ ബ്രീഡാണ്.